സാധനം എങ്ങനെയുണ്ട്? സംഗതി കളറായിട്ടില്ലേ? അടിപൊളിയാണ്. എന്നാൽ അതിൻ്റെ കഥ പറഞ്ഞുതരാം. ഒരുപാട് പേജിൽ ക്ലേ ആർട്ട് കണ്ടു തുടങ്ങിയപ്പോൾ മുതലേ ഉള്ള ആഗ്രഹമാണ് ക്ലേ വാങ്ങിക്കണമെന്ന്. കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്രയും ലൈറ്റ് വെയിറ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലേ എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന കളിമണ്ണാണേ. അങ്ങനെ കാത്തിരുന്ന ക്ലേ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടാക്കാൻ ആദ്യമേ മനസ്സിൽ വിചാരിച്ചത് പൊട്ടിപ്പോയ തുലിപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പിൻട്രസ്റ്റിനോട് ചോദിച്ചപ്പോൾ ഇവനെ അങ്ങ് കാണിച്ചു തന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ സ്ക്വയർ ഷേപ്പ് മിറർ ആയതുകൊണ്ട് തന്നെ ഞാൻ സ്ക്വയർ ഷേപ്പിൽ കാർഡ്ബോർഡിനെ കട്ട് ചെയ്ത് ഒട്ടിച്ചു. സംഗതി സെറ്റാവാൻ വേണ്ടി വെയിറ്റും വെച്ചു കൊടുത്തു. ഇനിയാണ് മെയിൻ പണി. പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ക്ലേൻ ഒന്ന് ഉരുട്ടി പരത്തിയിട്ട് 12 പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. 12 പീസാക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഓരോ കളർ വെച്ചിട്ടും 2 ഫ്ലവേഴ്സ് വേണമായിരുന്നു. ഇനി ഓരോന്ന് ഉരുട്ടിയിട്ട് ബോൾസ് ആക്കി കൊടുക്കണം. ക്ലേ ഉപയോഗിച്ച് ആർട്ട് ചെയ്യാൻ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ പെറ്റൽസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഫ്ലവർ ആക്കി എടുക്കണം. ഫ്ലവർ ആക്കി വെച്ച് കൊടുത്തപ്പം ഏകദേശം അവിടെ നിന്നൊക്കെ ഫ്ലവർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചൊരു ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ വരയും കൂടിയും തൊട്ട് കൊടുക്കുക. സംഗതി ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഇത്രയും സിമ്പിളായിരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഗതി സിമ്പിളാണ് കേട്ടോ. ഇനിയൊരു 3-4 ഇലയും കൂടി ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഇലയുടെ പണി കഴിഞ്ഞു, പൂവിൻ്റെ പണി കഴിഞ്ഞു. ഇനി എല്ലാം കൂടി ചേർന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ മിറർ സെറ്റായിട്ടുണ്ടാവും. എന്ത് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഗ്ലൂ ഗണ്ണ് മുഖ്യമാണല്ലോ ഉപയോഗിക്കില്ലേ. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല കേട്ടോ, സാധാരണ പശയായിട്ടായിരുന്നാലും മതി. പക്ഷേ ഒട്ടാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 1 പൂ വെച്ചു, 2 പൂ വെച്ചു, 3 പൂ വെച്ചു. പൂക്കൾ വെച്ച് മടിയായി തുടങ്ങുമ്പം കുറച്ച് ഇലയും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതിന് പ്രത്യേക സ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം. കണ്ണാടിയുടെ നെഞ്ചത്തൊഴുകെ. അങ്ങനെ ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ചിന്തിച്ചത്. നമ്മൾ പെയിൻ്റ് അടിക്കാൻ വിട്ടുപോയിടോ. എനിക്കോ അബദ്ധം പറ്റി. ഇനി നിങ്ങൾക്ക് അബദ്ധം പറ്റി പോകണ്ട. ഒട്ടിക്കൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പെയിൻ്റ് അടി നടത്തിക്കോളാം. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് അടിച്ച് അവിടെയൊക്കെ തൊട്ട് കൊടുത്തു. സംഗതി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് 2 കാല് വെച്ച് കൊടുക്കണം. ബാലൻസുള്ള കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഫൈനൽ റിസൾട്ട് ഇത്ര അടിപൊളിയായി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സംഗതി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെയും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളേ. ഇനിയും ഇതുപോലത്തെ ക്രാഫ്റ്റുകളായിട്ട് വീണ്ടും കാണാം.